രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവരുടെ മകളെ കാണാതിരിക്കുന്ന സാഹചര്യത്തില് അവൾക്കൊപ്പം പോയി ഇവനെ കാണുമ്പോ അവർക്കൊരു ആശ്വാസം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ വലിയ മഹാപരാധമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പോയിട്ട് വരെ കണ്ടോ? ഇല്ല, അവിടെ ആരുമില്ല. എന്റെ മുത്തശ്ശി, ആ പെണ്ണ് തിരിച്ചു വന്നിട്ട് പോരെ ഈ കല്യാണാലോചനയും കൊണ്ടുള്ള പോക്ക്. അല്ലാതെ വെറുതെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി ചെന്ന അവരെന്ത് വിചാരിക്കും? അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, അതിന് നിനക്കെന്താ നഷ്ടം? അവരങ്ങനെയൊന്നും വിചാരിക്കില്ല. അന്യ ആളുകളൊന്നും അല്ലല്ലോ. പിന്നെ ആ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം ഇവനും ഉണ്ടല്ലോ. ഇവന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഉണ്ട്. അതൊക്കെ സമ്മതിച്ചു. പിന്നെ എന്താ ഇയാള് സമ്മതിക്കാത്തത്? പഴയതുപോലെ കറങ്ങി നടക്കാൻ ഇവനിപ്പോ ഒരു കോളേജ് സ്റ്റുഡന്റ് അല്ല, കോടതി ജാമ്യത്തിൽ വിട്ട പ്രതിയാ. മുത്തശ്ശി എന്താ അതോർക്കാത്തെ? ഇവൻ പ്രതിയല്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട്. മുത്തശ്ശി ഇങ്ങനെ ബാലിശമായിട്ട് സംസാരിക്കരുത്. എന്റെ പൂർണ്ണമായ ചുമതലയില ഞാനിവനെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. ഒരു പ്രതിയെ ജാമ്യത്തിൽ ഇറക്കാൻ SP യുടെ ഉറപ്പൊന്നും വേണ്ട. കരവടച്ച രസീത് മാത്രം മതി ജാമ്യം കിട്ടാൻ. അത്യാവശ്യ നിയമമൊക്കെ എനിക്കും അറിയാം SP സാറേ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് എന്നെ ആരും പേടിപ്പിക്കണ്ട. ഇവൻ പ്രതിയാണോ വാദിയാണോ എന്നൊക്കെ അധികം വൈകാതെ ഞാൻ തെളിയിച്ചോളാം. അതിന്റെ പേരും പറഞ്ഞ് ഇവനെ ആരും ഇവിടെ തളച്ചിടാൻ നോക്കണ്ട. നീ വാടാ മോനെ. മോളെ, ഹലോ സാർ. താനിതെവിടെയാ? ഞാനിവിടെ വീട്ടിലാ സാർ. താനിതെങ്ങനെ വീട്ടിൽ കയറിയിരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടാനുള്ള ഏക പ്രതീക്ഷ താനാ. താനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയ ഞാൻ വലഞ്ഞു പോകും. എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മാത്രം സാർ പറയരുത്. ഞാൻ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഇപ്പോഴും ആ കേസിന്റെ പിന്നാലെ തന്നെയാ. ചില നിർണായകമായ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയല്ലേ താൻ എപ്പോഴും പറയാറുള്ളത്? ഒരു കാര്യം ഞാൻ എന്തായാലും തീരുമാനിച്ചു. എന്റെ മകളെ മടക്കി കിട്ടിയതിനു ശേഷം മാത്രമേ ഞാനും എന്റെ ഭാര്യയും നാട്ടിലേക്കുള്ളൂ. അല്ല സാർ, അത് വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ മേലുള്ള എന്റെ എല്ലാ വിശ്വാസവും പോയി. ഇനി താൻ അവളെ കണ്ടുപിടിക്കുകയോ കണ്ടുപിടിക്കാതിരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്താ ഞങ്ങളുടെ വിധിയായിട്ടെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് ആശ്വസിച്ചോളാം. സാർ, അവനോട് സംശയങ്ങളും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പോട്ടെ. മകളെ മടക്കി കിട്ടാതെ അച്ഛനും അമ്മയും നാട്ടിലേക്കില്ല എന്ന് ഞാനങ്ങ് പ്രഖ്യാപിച്ചു. അവനത് വിശ്വസിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അതിന്റെ വിഷയമല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞവനെ പറ്റിക്കുമ്പോണ്ടല്ലോ എനിക്ക് വല്ലാത്ത സുഖമുണ്ട്. ഓരോരുത്തർക്കും ഓരോ സുഖമാണല്ലോ. മറ്റുള്ളവരെ പറ്റിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്നേക്കാളും നന്നായിട്ട് നിനക്കറിയാലോ. അതുകൊണ്ടാണല്ലോ ആ പാവം ചെക്കന്റെ മണ്ടയ്ക്ക് ഇവളെ പിടിച്ചു വെക്കാനുള്ള ശ്രമം നീ നടത്തുന്നത്. ശ്രീനി, പക്ഷേ ആ സുഖം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അവനെ പറ്റിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അവൻ ആരെങ്കിലും ആവട്ടെ, പക്ഷെ അവനൊരാണാണ്. അപ്പൊ പിന്നെ അവന്റെ കൂടെ വേണ്ട ഞാൻ നിൽക്കാൻ. എന്നെ ചതിച്ചതേ ഇവള്, അവനും ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പല്ലേ. അവനെ മാത്രമല്ല, ഈ ഭൂമിയിൽ ആരെയും ഇവള് ചതിക്കും.